നമുക്ക് ജുമ്മിനെ കണ്ടത് ജുമ്മിന്റെ ആയിട്ടുള്ള അതങ്ങനെ ചോദിച്ചറിഞ്ഞാൽ അല്ല ജുമ്മൈമാനെ കണ്ടത് വീട്ടുകാരാണ് ആദ്യം കാണുന്നത്, പിന്നെയാണ് ഞാൻ കാണുന്നത്. അവര് കണ്ടിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി കാണുന്നു, ഞാൻ കാണുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. പിന്നെ ഒരു 1.5 വർഷം ഞങ്ങൾ അങ്ങനെ പ്രണയിക്കുന്നു. ഉണ്ട്. അപ്പൊ തല്ലുമാല ഷൂട്ട് നടക്കുക, റിലീസ് ആയിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ പിന്നെ അത് കല്യാണത്തിലോട്ട് ആദ്യം പറഞ്ഞ എന്താ ലൈക്ക് ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ള കാര്യം എന്തായാലും ഇവരോട് പറഞ്ഞിട്ടോ. ആക്ച്വലി ജുമ്മിക്ക് തന്നെ കാണുമ്പോ അതിന്റെ മുന്നേ എന്റെ ഉണ്ടാന്ന് പറഞ്ഞ പടം അറിയിട്ട് എന്റെ ഓപ്പറേഷൻ ജാബ് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ അവള് ആ സിനിമ കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ അവൾക്ക് പിന്നെ ഒരു ആക്ടറാണെന്നുള്ള രീതിയിലല്ല ഞങ്ങൾ ആദ്യം കാണുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. അത് ആക്ച്വലി പിന്നെ ഞാൻ മെല്ലെ പറഞ്ഞു ഞാൻ ഏത് പടത്തിൽ ഞാനെല്ലാം തീർന്നു. ഇനിയിപ്പോ അഭിനയിച്ച പടം പറഞ്ഞത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നൊരു പടം അടുത്ത ആഴ്ച റിലീസാകുന്നു, ഓപ്പറേഷൻ അതവര് പോയി ഫ്രണ്ട്സൊക്കെ പോയി കാണുമ്പോൾ പക്ഷെ അതിന് മുന്നേ ഇഷ്ടം നമ്മൾ ഓക്കെ എന്നുള്ളൊരു വൈബ് കിട്ടിയപ്പോ തന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു. ആക്ടർ എന്നുള്ള അറിയുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ അതില്ലല്ലോ. പിന്നെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒപ്പം നിൽക്കുമ്പോൾ അടിപൊളിയാണ്. നമുക്കിപ്പോ ഞാൻ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം തന്നെ ലൊക്കേഷനിൽ പോയി ഷൂട്ടിന് പോയി. അപ്പൊ ഇതായിരിക്കും ലൈഫൊന്നും അതിനോട് കല്യാണം ഫ്യൂച്ചർ അത് ഇൻ കേസ് അത് മീൻസ് എന്താണെന്നറിയോ ഡിസിഷൻ ഇപ്പൊ എല്ലാവരുടെയും ഇറ്റ്സ് നോട്ട് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. അപ്പൊ എന്താണ് അതിനുള്ള കാഴ്ചപ്പാട്? റൈറ്റ് പേഴ്സൺ വരുമ്പോ ഐ വിൽ ഗെറ്റ് മാരീഡ്. So you are waiting for the right person. അതെ waiting for the right person. Right person. ഇപ്പൊ കോൺസെപ്റ്റോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ഞാൻ ഇന്റർവ്യൂ അതിന്റെ കാമുകനായിരിക്കില്ല ദൃശ്യരംഗത്ത് അതിന്റെ ലവ് ലൈഫ് അതിനെ കുറിച്ചിട്ടായിരിക്കും, ട്രാജഡീസ് അതൊക്കെ ആയിരിക്കും. അങ്ങനെ അല്ല യൂഷ്വൽ ആയിട്ടുള്ള സംഭവം തന്നെ. ലോയൽ ആയിരിക്കണം, ഞാനായിരിക്കണം മെയിൻ ആളുടെ ലൈഫില്. ചെറിയ ചെറിയ ആഗ്രഹങ്ങള്. എന്നെ നല്ലോണം പ്രേമിക്കണം. പിന്നെന്താ പിന്നെ എന്റെ കൈയൊക്കെ പിടിച്ച് നടക്കണം. ഓക്കെ, അതായത് കൊറിയൻ ഡ്രാമ ഫാനാണോ? അല്ല, അല്ല ഞാൻ പറയാൻ കാരണം എന്താ പറയുക, കൊറിയൻ ഡ്രാമയിൽ ഭയങ്കര ആൾക്കാർ ഭയങ്കര കെയറിങ്. അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കുറെ പേരുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഭയങ്കര ഞാന് മറ്റേ ലൈഫ് ഗിവ്സ് യു ടാൻജറിൻസ് എന്ന് പറഞ്ഞ ഒരു കൊറിയൻ ഡ്രാമ, അയ്യോ അതിലെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഒരു ചെക്കന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് സിനിമയാണല്ലോ. അതാ അതെ 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 ഇതെല്ലാം പറഞ്ഞു കിട്ടും